ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ. നിന്റെ ദൃഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കാതെ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവൾ, നിന്റെ വീട്ടു ഫലമായ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമർത്ത മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവനമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ദൈവ ആ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, കർത്താവിൽ പ്രിയരെ, ഡിസംബർ മാസം 1-ാം തീയതി മുതൽ നിങ്ങൾ ബൈബിൾ ക്രമമായി വായിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് കേട്ടതിൽ ഏറെ സന്തോഷമുണ്ട്. അത് ഞാനും വായിച്ച വോയിസ് ക്ലിപ്പിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ തലമുറയിൽ ജീവിക്കുന്ന നമ്മൾ വളരെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. കാരണം ദൈവത്തിൻ്റെ വചനത്തെ കാണുവാനും കേൾക്കുവാനും അവയെ സ്പർശിക്കുവാനും ഒക്കെയുള്ള വലിയ ഭാഗ്യം നമുക്ക് ലഭിച്ചു. അതൊരു 150-200 വർഷങ്ങൾക്കുള്ളിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അതിനു മുൻപ് ഇന്നത്തെ പോലെ ബൈബിൾ അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് ആർക്കും അത് കാണുവാനോ വായിക്കുവാനോ ഒന്നും അവസരം ലഭിച്ചിരുന്നില്ല. ദേവാലയങ്ങൾ പുരോഹിതന്മാർ നടത്തുന്ന പ്രസംഗങ്ങൾ അവർ വായിക്കുന്ന, അല്ലെങ്കിൽ സുറിയാനി ഭാഷയിൽ ഒക്കെ ഉള്ളത് അവർ മലയാള ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കുകയും അതിൻ്റെ അർത്ഥം നമുക്ക് പറഞ്ഞു തരികയും നമ്മളത് കേട്ട് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ യേശുവിൽ വിശ്വസിക്കുകയും അപ്രകാരം ജീവിച്ച് അവർ മരിക്കുകയും ചെയ്തു. നമുക്കിന്ന് ഇത് കാണുവാനുള്ള വലിയ ഭാഗ്യം. പുരോഹിതന്മാരുടെ സ്മരണകളിൽ നടത്തുന്ന പ്രാർത്ഥനകൾ ഒരു വാക്കുണ്ട്: കർത്താവേ, നിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നോക്കിയിട്ടുള്ള കണ്ണുകൾ ചിതലിനും പുഴുവിനും കൂടുകളായി ഭവിക്കുമാർ അവയെ നീ അന്ധകാരമായി മാക്കി തീർക്കരുത്. കാരണം അത് പുരോഹിതന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതിയതാണ്. അന്ന് ഈ വിശുദ്ധ ഗ്രന്ഥം നോക്കാനുള്ള ഭാഗ്യം പുരോഹിതന്മാർക്ക് മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. കാരണം ദേവാലയങ്ങളിലൊക്കെ അതിൻ്റെ ചെറിയ 1-2 പ്രതികൾക്ക് കാണും. അവർ മാത്രം അത് നോക്കി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. ഇന്നായിരുന്നെങ്കിൽ എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ അത് ചേർത്തേനെ. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ പ്രാർത്ഥനയായതുകൊണ്ട് പുരോഹിതന്മാർക്കുള്ള നിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നോക്കിയിട്ടുള്ള കണ്ണുകൾ, അതൊരു വലിയ ഭാഗ്യമാണ്. ഈ വചനത്തെ കാണാൻ പറ്റുന്നത്, അത് കേൾക്കാൻ പറ്റുന്നത്, അത് വായിക്കാൻ പറ്റുന്നത് ഒക്കെ വലിയ ഒരു ഭാഗ്യമാണ്. ഇതൊരു വലിയ വെളിച്ചമാണ്, ഒരു പോസിറ്റീവ് എനർജിയാണ് ദൈവവചനം. നമുക്കറിയാം, ഈ വിശുദ്ധന്മാരുടെയൊക്കെ ഫോട്ടോയ്ക്ക് ചുറ്റും ഒരു പ്രകാശം നമ്മൾ കാണാറുണ്ട്. സൂര്യപ്രകാശം പോലെ കണ്ടിട്ടുണ്ടോ? അതിന് ഓറ എന്നാണ് പറയുന്നത്. ഓറ അത് ദൈവികമായ ഒരു തേജസ്സാണ്. ഏതെന്ന പ്രദേശായ ദൈവം മനുഷ്യനെ ആദ്യം സൃഷ്ടിച്ചപ്പോൾ ഈ ദൈവികമായ തേജസ്സിലായിരുന്നു. അവൻ വലിയ വെളിച്ചത്തിലായിരുന്നു. അവൻ പാപം ചെയ്തപ്പോൾ ആ ഓറ തേജസ് അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അവൻ അന്ധകാരത്തിലായി. പിന്നെ കർത്താവ് വന്ന് അവനെ വീണ്ടും രക്ഷാകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് കർത്താവിനോട് മാമോദീസ മുഖാന്തരം നമ്മൾ സംയോജിക്കുമ്പോൾ, കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കുമ്പോൾ, കർത്താവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ ഒക്കെ ഈ ഓറ വീണ്ടും നമുക്ക് ലഭിക്കുകയാണ്. ഈ ദൈവവചനം ഒരു വലിയ ഓറയാണ്. അതൊരു വലിയ പോസിറ്റീവ് എനർജിയാണ്. അത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതിൻ്റെ അടുക്കൽ പൈശാചിക ശക്തികളൊന്നും എടുക്കാനാവില്ല. അതുകൊണ്ട് നമുക്കത് കിട്ടിയിരിക്കുന്ന ഈ അവസരങ്ങളെ നിങ്ങൾ വിനിയോഗിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായൊരവസ്ഥയാണ്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇതിനു മുൻപ് ഞാൻ സൂചിപ്പിച്ചിരുന്നില്ല. ഇനി സമയം കളയാതെ നമുക്ക് ആ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ആദ്യം നമുക്കറിയാം, ബൈബിൾ എന്ന വാക്കിന് ബിബ്ലിയോൺ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ്, അല്ലെങ്കിൽ ബിബ്ലിയോസ് എന്ന വാക്കിൽ നിന്നാണ് ബൈബിൾ എന്ന വാക്കുണ്ടായത്. അതിനർത്ഥം കളക്ഷൻ ഓഫ് ബുക്സ്, ഗ്രന്ഥങ്ങളുടെ ശേഖരം എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ വേദപുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകമല്ല, അത് അനേക പുസ്തകങ്ങൾ ചേർന്നുണ്ടായതാണ്. അതിനകത്ത് തന്നെ ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ കൈകളിലൊക്കെ ലഭിക്കുന്ന വേദപുസ്തകത്തിൽ 2 രീതിയിലുള്ളതുകൊണ്ട്, ഒരു വേദപുസ്തകത്തിൽ 73 പുസ്തകങ്ങളും മറ്റൊരു ബൈബിളിൽ 66 പുസ്തകങ്ങളുമാണുള്ളത്. അപ്പൊ അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. BC 1350-നും 1300 നമുക്കറിയാം, BC നാളുകൾ പുറകോട്ടാണ് ആണല്ലോ എണ്ണുന്നത്.
100, 99, 98 അങ്ങനെയാണ്. അപ്പൊ BC 1350-നും 300-നും ഇടയ്ക്ക് പഞ്ചഗ്രന്ഥങ്ങൾ മോശ എഴുതി എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആദ്യത്തെ 5 പുസ്തകങ്ങൾ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഈ 5 പുസ്തകങ്ങളെ എബ്രായ ഭാഷയിൽ പെന്ററ്റ്യൂക്ക് എന്നും ഗ്രീക്ക് ഭാഷയിൽ തോറ എന്നും മലയാള ഭാഷയിൽ നമ്മൾ പഞ്ചഗ്രന്ഥങ്ങൾ എന്നും നമ്മൾ പേര് പറയുന്നു. ഈ പുസ്തകങ്ങൾ മോശ എഴുതിയതായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ ഈ പുസ്തകങ്ങള് BC 300-ൽ യഹൂദ പണ്ഡിതന്മാരായ 70 പണ്ഡിതന്മാർ ചേർന്ന് ഗ്രീക്ക് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. പഴയ നിയമം എഴുതിയത് എബ്രായ ഭാഷയിലും പുതിയ നിയമം എഴുതിയത് ഗ്രീക്ക്, അറമായ ഭാഷകളിലുമാണ്. അപ്പം എബ്രായ ഭാഷയിലാണ് മോശയുടെയൊക്കെ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന ഭാഷ എബ്രായ ഭാഷയായിരുന്നുകൊണ്ട് എബ്രായ ഭാഷയിലാണ് പഞ്ചഗ്രന്ഥങ്ങൾ അക്കാലത്ത് എഴുതപ്പെട്ടതെന്ന് പറയുന്നു. അപ്പം അതിനെ പിന്നീട് അവരുപയോഗിച്ചിരുന്ന ഭാഷ ഗ്രീക്കായി. ഭൂമിയിൽ ഉപയോഗിക്കുന്ന ഭാഷ ഗ്രീക്കായപ്പോൾ ഗ്രീക്കിൽ ആളുകൾക്ക് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി 70 യഹൂദ പണ്ഡിതന്മാർ എബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്കിൽ ഭാഷയിലേക്ക് പഴയ നിയമം ഈ പഞ്ചഗ്രന്ഥങ്ങളെ ട്രാൻസ്ലേറ്റ് ചെയ്തു. ആ ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിനാണ് സെപ്റ്റജന്റ് എന്നാണ് അതിന് പേര് പറയാ. സെപ്റ്റജന്റ് എന്ന വാക്കിനർത്ഥം 70 എന്നാണ്. 70 പേർ ചേർന്ന് ആ ട്രാൻസ്ലേഷൻ നടത്തിയത് കൊണ്ടാണ് അതിന് സെപ്റ്റജന്റ് എന്ന് പേര് വരാൻ കാരണമായിട്ട് അത് തീർന്നത്. അതനുസരിച്ച് അവരന്ന് ക്രോഡീകരിച്ചത് പഴയ നിയമം 46 പുസ്തകങ്ങളാണ്. അന്ന് പുതിയ നിയമം ഇല്ലല്ലോ, BC കാലഘട്ടം, യേശുവിന് ശേഷമല്ലേ പിന്നെ പുതിയ നിയമം വരുന്നത്. 46 പുസ്തകങ്ങൾ അവർ സ്വീകരിച്ചു. അതിനെ അലക്സാണ്ട്രിയൻ കാനൻ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അവരന്ന് ആ ക്രോഡീകരിച്ചിന് പറഞ്ഞ പേരാണ് അലക്സാണ്ട്രിയൻ കാനൻ. കാനൻ എന്ന് പറഞ്ഞാൽ നിയമം എന്നാണ് അർത്ഥം. എന്നാൽ അതിനുശേഷം AD 300-നോടടുത്ത് യഹൂദ റാബിമാർ ഒരു പാലസ്തീനിയൻ കാനൻ ഉണ്ടാക്കി. ആ പാലസ്തീനിയൻ കാനൻ ഉണ്ടാക്കിയപ്പോൾ ഇതിലെ 7 പുസ്തകങ്ങൾ അവർ വിട്ടിട്ട് 39 പുസ്തകങ്ങൾ പഴയ നിയമത്തിൽ അവർ സ്വീകരിച്ചു. ആ 7 പുസ്തകങ്ങൾ വിടാൻ കാരണം ആ പുസ്തകങ്ങൾ എഴുതപ്പെട്ടത് ഇസ്രായേൽ ജനം പ്രവാസത്തിൽ പോയപ്പോൾ ആണ് എഴുതിയത്. അത് എഴുതിയത് ഗ്രീക്ക് ഭാഷയിലും അറമായ ഭാഷയിലുമാണ്. അതിന് പറയുന്നത് പാലസ്തീനിയൻ കാനൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഗ്രീക്ക് ഭാഷയിലും അറമായ ഭാഷയിലും എഴുതിയ പഴയ നിയമ പുസ്തകങ്ങളിലെ ഈ യഹൂദ പണ്ഡിതന്മാർ സ്വീകരിച്ചില്ല. ഈ AD 300-ല് യേശുവിന് ശേഷം ഒരു 300 വർഷം ആയപ്പോൾ. അപ്പൊ ആദ്യം ഉണ്ടായത് അലക്സാണ്ട്രിയൻ കാനൻ. അതില് പഴയ നിയമം 46 പുസ്തകങ്ങളായിരുന്നു. അതിന് AD 300-ൽ കൂടിയ പാലസ്തീനിയൻ കാനനില് അവർ സ്വീകരിച്ചത് 39 പുസ്തകങ്ങളായിരുന്നു. എന്നാൽ ആദിമ സഭ ഈ 46-ഉം 27-ഉം അങ്ങനെ 70 പുതിയ നിയമ പുസ്തകത്തിൽ ഒരിക്കലും നമുക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടില്ല. അങ്ങനെ 73 പുസ്തകങ്ങളാണ് പുതിയ നിയമ അപ്പോസ്തോലിക സഭകളെല്ലാം ഔദ്യോഗികമായിട്ട് ഇത് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ആ വ്യത്യാസം. അതുകൊണ്ട് അപ്പോസ്തോലിക സഭകൾ, കത്തോലിക്ക സഭയായാലും ഓർത്തഡോക്സ് യാക്കോബ സഭകൾ, നമ്മുടെ എല്ലാം പുസ്തകങ്ങളിൽ 73. നമുക്ക് സംബന്ധിച്ചിടത്തോളം നേരത്തെ നമുക്ക് പ്രത്യേകമായിട്ട് വേദപുസ്തകം സുറിയാനി ഭാഷയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അത് കണിയാമ്പറമ്പിലച്ഛനാണല്ലോ, അച്ഛൻ മരിക്കുന്ന ഏതാനും നാളുകൾക്ക് മുൻപാണ്. അതാണിപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം. അത് മലയാള ഭാഷയിലേക്ക് അദ്ദേഹം പെഷിത്തോ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ സുറിയാനിൽ നിന്ന് അദ്ദേഹം നേരിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അപ്പം അതുകൊണ്ടാണ് ഈ വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നത്. എന്നാൽ സമ്പൂർണ്ണ ബൈബിൾ എന്ന് അറിയപ്പെടുന്നത് ഈ 73 പുസ്തകങ്ങളാണ്. പിന്നെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ 2 കാനൻ ഉണ്ടായിരുന്നു. ആ സമയത്താണ് 16-ാം നൂറ്റാണ്ടിൽ 1567-ല് പ്രൊട്ടസ്റ്റന്റ് സഭയുണ്ടായി. കത്തോലിക്ക സഭയിലെ ചില തെറ്റായ പഠിപ്പുകൾക്കെതിരായി ഉണ്ടായ ഒരു മൂവ്മെന്റ് ആയിരുന്നു പ്രൊട്ടസ്റ്റാന്റിസം. അവര് വന്നപ്പോൾ എന്ത് ചെയ്തു? അവര് ഈ AD 300-ല് ഉണ്ടായിരുന്ന പാലസ്തീനിയൻ കാനൻ അനുസരിച്ച് പഴയ നിയമം 39 പുസ്തകങ്ങളായി അവർ സ്വീകരിച്ചു. അതിൻ്റെ കൂടി 27 കൂടെ ചേർത്ത് 66 പുസ്തകം. അതുകൊണ്ടാണ് പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ ബൈബിളിൽ 66 പുസ്തകങ്ങളേ ഉള്ളൂ. ബൈബിൾ സൊസൈറ്റിയൊക്കെ
പ്രൊട്ടസ്റ്റന്റ് ഇതിൽപ്പെട്ടതായതുകൊണ്ടാണ് അവർ എഴുതുന്ന എല്ലാ പുസ്തകങ്ങളിലും 66 പുസ്തകങ്ങൾ ഉള്ളത്. എന്നാൽ അതിനു മുൻപ് അപ്പസ്തോലിക ആ സഭകളൊക്കെ സ്വീകരിച്ചതിനകത്ത് ഈ 46 പഴയ നിയമ പുസ്തകങ്ങളും 27 പുതിയ നിയമങ്ങളുടെ പുസ്തകങ്ങളും ചേർത്താണ് അത് ഒക്കെ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പം ഈ കാര്യം നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ 2 പുസ്തകങ്ങൾ വരാനുള്ള കാരണം അതാണ്. അതുകൊണ്ട് നമ്മൾ അപ്പസ്തോലിക സഭകളൊക്കെ സ്വീകരിക്കുന്നത് ഈ 73 പുസ്തകങ്ങളാണെന്നുള്ള കാര്യം ആദ്യമേ തന്നെ നമ്മൾ ഓർക്കുക. നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബൈബിളിൽ എഴുതാനുണ്ടായ ഒരു സാഹചര്യം ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂയാത്രയുടെ കാലം വരെ അവർക്ക് എഴുതപ്പെട്ട പ്രമാണങ്ങളോ നിയമങ്ങളോ ഒന്നുമില്ലായിരുന്നു. പിതാക്കന്മാരുടെ ദൈവാനുഭവം വാമൊഴികളായും കഥകളായും ഗീതങ്ങളായും ഒക്കെ അവരുടെ ഇടയിൽ ഇങ്ങനെ നിലനിന്ന് വന്നു. കാലത്ത് ഇതൊന്നും എഴുതാനുള്ള യാതൊരു സംവിധാനങ്ങളും ഇല്ലല്ലോ. അപ്പന്മാര് പറയുന്ന കേട്ട് മക്കൾ പറയുന്ന കേട്ട്, അതിനാണ് നമ്മൾ ലിവിങ് ട്രഡീഷൻ എന്ന് പറയും. ജീവിക്കുന്ന പാരമ്പര്യങ്ങളാണ്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. നമ്മളൊക്കെ ഇപ്പൊ കല്യാണത്തിനൊക്കെ നമ്മൾ നട വിളിക്കുമ്പോൾ നമ്മുടെ കൊച്ച് 2 വയസ്സും 3 വയസ്സും ഉള്ളവന് നിന്നുകൊണ്ട് നട വിളിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവന് നടയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ നമ്മൾ പറയുന്നത് കേട്ടിട്ട് കണ്ടിട്ട് അവൻ ചെയ്യുകയാണ്. അതിനാണ് ജീവിക്കുന്ന പാരമ്പര്യം, ലിവിങ് ട്രഡീഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പാരമ്പര്യം മാത്രമേ ഇസ്രായേൽ ജനത്തിനുണ്ടായിരുന്നുള്ളൂ. അവരുടെ അപ്പന്മാരൊക്കെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞ അവരുടെ അനുഭവങ്ങൾ, അബ്രാഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോവിന്റെ ഒക്കെ അവരുടെ അനുഭവങ്ങൾ അവരുടെ അപ്പന്മാരിലൂടെ ഇവർ കേട്ട് വന്നിട്ടുള്ളതല്ലാതെ അവർക്ക് എഴുതപ്പെട്ട് വായിക്കാനോ അങ്ങനെയുള്ള യാതൊരു ഗ്രന്ഥങ്ങളും അവർക്ക് അക്കാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ മോശ ഇത് എഴുതാൻ ആരംഭിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം മോശക്കറി ജനത്തെ കൊണ്ടുപോകുന്ന കനാൻ നാട്ടിലേക്ക്, അവിടെ വിജാതികൾ തിങ്ങിപ്പാർക്കുക. വിജാതികൾക്കെല്ലാം അവരവരുടെ ദൈവത്തെക്കുറിച്ചുള്ള ചരിത്രങ്ങളുണ്ട്, കഥകളുണ്ട്, അല്ലെങ്കിൽ ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. ഈ ഇസ്രായേൽ ജനത്തെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവരുടേതായ രേഖകളോ ഇവരുടേതായ ചരിത്രങ്ങളോ ഇവർക്ക് വായിക്കാനോ ഒന്നുമില്ലാതിരുന്നാൽ സ്വാഭാവികമായി ജാതികളുടെ സ്വാധീനത്തിൽ അവർ സത്യദൈവത്തെ മറന്ന് ആ ജാതികളുടെ ആരാധനയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് മോശ മനസ്സിലാക്കി എഴുതാൻ തുടങ്ങിയെന്നാണ് നമ്മുടെ പിതാക്കന്മാർ പറയുന്നത്. അങ്ങനെയാണ് മോശ ഇത് ആദ്യമായിട്ട് എഴുതാനായിട്ട് ആരംഭിക്കുന്നത്. ആ കാലങ്ങളിൽ നമുക്ക് പറയാം, ഇന്നത്തെ പോലെ മഷിയും മറ്റു കാര്യങ്ങളൊന്നുമില്ല. പാപ്പിറസുകൾ അല്ലെങ്കിൽ ചെടികൾ ചതച്ച് അത് തോല് പോലെ ഉണ്ടാക്കി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇതൊക്കെ അക്കാലങ്ങളിൽ എഴുതാനായിട്ട് ആരംഭിച്ചിട്ടുള്ളത്. അപ്പൊ ഇസ്രായേൽ ജനത്തിന് സ്വന്തം ഇസ്രായേലിനെ കുറിച്ച് മാത്രമല്ല മോശ എഴുതാൻ മറ്റൊരു കാരണമുണ്ട്. മരുഭൂ യാത്രയിൽ ഇവർക്കുണ്ടായ ശക്തമായ ദൈവാനുഭവം കനാനിൽ ചെന്നിട്ടുണ്ടാകണമെന്നില്ല. കാരണം ഇവിടെ മരുഭൂ യാത്രയിലെ ആ ദൈവാനുഭവം എഴുതിയോ, കാരണം അന്ന് ശക്തമായി ദൈവം ഇവരോട് നേരിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും ഒക്കെ യഹോവ അവർക്ക് മുകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നു. ചെങ്കടലിനെ ഭാഗിച്ചു കൊടുക്കുന്നു. മന്നായും കാടപ്പക്ഷിയും അവർക്ക് കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് ശക്തമായ ദൈവാനുഭവം ഓരോ ദിവസവും ഇസ്രായേൽ ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കനാനിൽ ചെന്ന് താമസിക്കുമ്പോൾ കാരണം ഇവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടമാണ് അവരുടെ മരുഭൂ യാത്ര. അവിടെ ഉണ്ടായ ശക്തമായ അനുഭവം പിന്നീട് ഉണ്ടാകണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് അവർ ധർത്തി ദൈവത്തെ മറക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് അത്. ഇരമ്യാ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ യഹോവയായ ദൈവം ഇരമ്യാ പ്രവാചകന് പറയുന്നു, നീ ചെന്ന് ഇസ്രായേൽ കേൾക്ക് വിളിച്ചു പറയണം, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിക്കപ്പെട്ട നാളിലെ സ്നേഹവും ഇപ്പോൾ ഞാൻ ഓർക്കുന്നു. ഇസ്രായേൽ കനാനിൽ വന്ന് സ്ഥിരതാമസമായതിനു ശേഷം യഹോവയായ ദൈവത്തെ മറന്ന് മറ്റു ദൈവങ്ങളിലേക്ക് അവർ പോയപ്പോൾ യഹോവയുടെ വിലാപമാണ്. നീ ചെന്ന് യഹോവ ഇരമ്യാവോട് പറയുന്നു, നീ ചെന്ന് ഇസ്രായേൽക്കൊക്കെ വിളിച്ചു പറയണം, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തി. ഇന്ന് ഇസ്രായേൽ ജനത്തിന്റെ ആ 40 വർഷമാണ് അവിടെ യൗവനകാലമായി യഹോവയായ ദൈവം ഇവിടെ പറയുന്നത്. ആ 40 വർഷം അവിടെ യൗവനകാലമായിട്ട് പറയുന്നു. അന്ന് അവർക്ക് യഹോവയോട് ഭയങ്കര ഭക്തിയായിരുന്നു. കാരണം ആശ്രയം വെക്കാൻ മറ്റൊന്നുമില്ല.
എല്ലാ ദിവസവും നേരം വെളുക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുക, ദൈവമേ ആവശ്യമുള്ള അപ്പം ഇന്ന് തരണമേ, ആവശ്യമുള്ള വെള്ളം ഇന്ന് തരണമേ, ഇന്ന് പകൽ ചൂടിൽ നീ മേഘസ്തംഭമായി ഞങ്ങൾക്ക് മുകളിൽ ഉണ്ടാകണമേ, രാത്രിയിൽ അഗ്നിസ്തംഭമായി ഞങ്ങൾക്ക് ആ പ്രകാശത്തെ നീ നൽകണമേ, ഞങ്ങളുടെ ശത്രുക്കളിൽ നീ ഞങ്ങളെ സംരക്ഷിക്കണമേ. എല്ലാ ആവശ്യങ്ങളും ദൈവത്തോട് ശക്തമായി പറഞ്ഞ വ്യക്തിപരമായ വലിയൊരു ബന്ധം അവർക്കുണ്ട്. എന്നാൽ കനാനിൽ വന്ന് സ്ഥിരതാമസമായപ്പോൾ എന്താ സംഭവിച്ചത്? അവർക്കെല്ലാം വസ്തുക്കൾ കിട്ടി. മരുഭൂമിയിൽ വിതയ്ക്കുന്നില്ല. പല കർത്താവ് യഹോവ പറഞ്ഞു, വിതയ്ക്കാത്ത ദേശത്ത് നിന്റെ ഭക്തി. കനാനിൽ വന്നപ്പോൾ അവർക്കെല്ലാം വസ്തുക്കളായി, ആടുമാടുകളായി, കൃഷിയായി, വ്യാപാരമായി, സമ്പത്തായി. പിന്നെന്തോ സംഭവിച്ചു? അവിടെ കനാനിലെ കൃഷിയുടെ ദേവനായി അവർ കണ്ടത് ബാലിനെയാണ്. അപ്പൊ അവര് ആ കൃഷിയുടെ ദേവനെ പ്രതിപ്പെടുത്താൻ വേണ്ടി ബാലിനെ അവർ ആരാധിക്കാൻ പോകുന്നു. സൂര്യൻ, എക്രോൻ, വെളിച്ചവും ചൂടും ഒക്കെ തരുന്നത് സൂര്യനാണ്. അപ്പം അവരുടെ ദൈവത്തിന്റെ ആരാധനയിലേക്ക് അവർ പോയപ്പോഴാണ് യഹോവ നടത്തുന്ന വിലാപം. മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തി ഇപ്പം ഞാൻ ഓർക്കുന്നു. വിവാഹം നിശ്ചയിക്കപ്പെട്ട നാളെ യഹോവയും ഇസ്രായേലുമായുള്ള വിവാഹ നിശ്ചയം ഏതാണെന്നറിയാമോ? യഹോവയും ഇസ്രായേലുമായുള്ള വിവാഹ നിശ്ചയമാണ് സീനായി ഉടമ്പടി. മോശയ്ക്ക് 10 കൽപ്പന കൊടുത്തതാണ് യഹോവയും ഇസ്രായേലുമായുള്ള വിവാഹ ഉടമ്പടി. അപ്പൊ അതുകൊണ്ട് ചേർന്നൊരു കാര്യം പറയട്ടെ. ആ വിവാഹ ഉടമ്പടിയിൽ പ്രവേശിച്ച ആ പെൺകുട്ടി വിവാഹം നടത്തുന്നതിന് മുൻപ് മറ്റൊരു പുരുഷന്റെ പിന്നാലെ പോയി. അതാണ് പ്രവാചകന്മാർ വിലപിച്ച് ഇസ്രായേൽ കന്യക പരസംഗം ചെയ്തു. മറ്റു ദൈവങ്ങളിലേക്ക് അവർ പോയി. ആ വിവാഹത്തിന്റെ ഉറപ്പ്, നമ്മുടെ എൻഗേജ്മെന്റ് ആണ് സീനായി മലയിൽ നടന്നത്. പിന്നെ നടന്ന കിരീടവാഴവ്, അത് ഒന്നിച്ച് താമസിക്കാനുള്ള അനുവാദം. അതിനു മുമ്പ് ആ പെൺകുട്ടി പോയപ്പോൾ യഹോവയായ ദൈവം മറ്റൊരു പെൺകുട്ടിയെ യഹോവയ്ക്ക് ദൈവത്തിന് വേണ്ടി കണ്ടെത്തി. ആ പെൺകുട്ടിയാണ് ഞാനും നിങ്ങളും. അതാണ് പുതിയ നിയമസഭ. അതാണ്. അപ്പം നമ്മളും യേശു ക്രിസ്തുവുമായുള്ള വിവാഹ ഉടമ്പടി നടന്നു, ആ എൻഗേജ്മെന്റ് നടന്നു, അല്ലെങ്കിൽ മോതിരവാഴ്വിന്റെ ശുശ്രൂഷകൾ നമ്മുടെ നടന്നു കഴിഞ്ഞു. അതാണ് മാമോദീസ. നമ്മള് ബാഹുദാശ പാടുന്നില്ലേ? എന്നെ മാമോദീസായിൽ ആത്മീയായുധമാനീച്ചാൻ വിരളിന്മേൽമേൽ രക്തങ്ങൾ മോതിരമായൻ പേർക്കേകി. മാമോദീസ 2 കാര്യങ്ങൾ നടക്കുന്നു. ഒന്ന്, ആത്മീയമായ ആയുധം നമ്മളെ ധരിപ്പിക്കുന്നത് സാത്താനോട് യുദ്ധം ചെയ്യുവാൻ. ഇതാണ് എഫേസ്യർ 6:10 മുതലുള്ള വാക്യങ്ങൾ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തി പ്രാപിപ്പിക്കും. നമുക്കൊരു പോരാട്ടമുണ്ട്, ജഡരക്തങ്ങളോടല്ല, അന്തരീക്ഷ പതിരിക്കുന്ന ദുഷ്ടാത്മസേനയോട്. 2, വിരളിന്മേൽ മെയ്രക്തങ്ങൾ മോതിരമായിട്ട് എൻപത്. ക്രിസ്തുവാകുന്ന മണവാളൻ സഭയാകുന്ന മണവാട്ടിക്ക് കൊടുത്ത റിംഗ് ഈസ് ബോഡി ആൻഡ് ബ്ലഡ്. ശരീര രക്തം കൊടുത്തെന്ന് പറഞ്ഞാൽ ജീവൻ തന്നു എന്നാണ് അർത്ഥം. എന്നിട്ട് നമ്മളെ മോതിരം വിട്ട് നമ്മളെ ഇപ്പൊ നിർത്തിയിരിക്കുക. ഇനി നമുക്കുണ്ട കിരീടവാഴ്വ്, ക്രിസ്തുവാകുന്ന മണവാളനുമായിട്ടുള്ള നമ്മുടെ കിരീടവാഴ്വിന്റെ സമയം വരണം. അതാണ് കർത്താവിന്റെ 2ാമത്തെ വരവ്. 2ാമത്തെ വരവിൽ നമ്മൾ കർത്താവിനോട് ചേർക്കുമ്പോൾ നിത്യം കർത്താവിന്റെ കൂടെ നമ്മളായിരിക്കുന്ന അവസ്ഥ. ഇപ്പൊ നമ്മൾ വിവാഹം നിശ്ചയിക്കപ്പെട്ട് നമ്മളെ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് ബുദ്ധിയുള്ള കന്യകമാരുടെ ഉപമ പറഞ്ഞത്. മണവാളനെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന മണവാട്ടി വിളക്കിൽ എണ്ണയുമായി നിൽക്കുക. എപ്പോൾ മണവാളൻ വരുമെന്നറിയാത്തതിനാൽ എപ്പോഴും നീ ഒരുക്കത്തോടെ ഇരിക്കുക. പോട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ശക്തമായ അനുഭവം പിന്നെ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് മോശയ്ക്കുണ്ടായ ദൈവാനുഭവം അവൻ എഴുതാൻ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ മോശയ്ക്ക് ശേഷം യോശുവയാണ് ഇസ്രായേൽ ജനത്തെ വഴി നടത്തിക്കൊണ്ടുവരുന്നത്. ഇവര് കനാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് യോശുവ ചെയ്യുന്ന ഒരു കാര്യം, യോശുവയുടെ പുസ്തകം 24-ാം അധ്യായമുണ്ട്. നിങ്ങൾ അത് നാളെ തന്നെ അത് വായിക്കണം. അവിടെ എന്നാ യോശുവ എന്നറിയാമോ? ഇസ്രായേലിലെ മൂപ്പന്മാരെയും പ്രമാണിമാരെയും ശ്രേഷ്ഠന്മാരെയും എല്ലാം ശേഖേം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വിളിച്ചു കൂട്ടിയിട്ട് അബ്രാഹാമിൽ ആരംഭിച്ച തെരഞ്ഞെടുപ്പ് മുതൽ ഇന്ന് ഇവർ ഇവിടെ കടന്നു വരുവാൻ സാധ്യമായ സംഭവങ്ങൾ വരെ അവരോട് വളരെ വിശദമായി അല്ലെങ്കിൽ അവിടെ യോശുവ ഒന്ന് വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, നമുക്കിവിടെ ഒരു സത്യം ചെയ്യണം. കാരണം നമ്മൾ കനാനിലൂടെ നമ്മൾ പ്രവേശിക്കാൻ പോവാം. എന്നിട്ട് യോശുവ ആദ്യത്തെ സത്യം ചെയ്തു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുള്ളൂ. എന്നിട്ട് ഇസ്രായേലിലെ എല്ലാ മൂപ്പന്മാരെ കൊണ്ടും എല്ലാ പ്രമാണിമാരെ കൊണ്ടും സത്യം ചെയ്യിച്ചിട്ട് അതിന്റെ സാക്ഷ്യത്തിനായി ഒരു കല്ലെടുത്ത് ഒരു കരുവേലകത്തിന്റെ ചൂട്ടിൽ അവിടെ കുഴിച്ചിടുന്നുണ്ട്.
യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം. അപ്പൊ അത് കാരണം ഇവര് ചെല്ലുന്ന സ്ഥലം മോശമാണ്. അവിടെ മറ്റു ദൈവങ്ങളെയാണ് അവരെ ആരാധിക്കുന്ന പോകാൻ. അപ്പൊ അതുകൊണ്ടാണ് മോശ ഇത് എഴുതാനായിട്ട് ആരംഭിച്ചത്. പിന്നെ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ എഴുത്ത് എന്ന് പറയുന്നത് ഇതിന് രണ്ട് ഘടകങ്ങളുണ്ട്. ദൈവികമായ ഒരു ഘടകവും ഇതിലുണ്ട്, മാനുഷികമായ ഒരു ഘടകവും ഇതിലുണ്ട്. ദൈവികമായ ഒരു ഘടകവുമുണ്ട്, മാനുഷികമായ ഒരു ഘടകവും ഇതിലുണ്ട്. അതായത് ബൈബിൾ എഴുതപ്പെട്ടത് ദൈവനിവേശിതമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഡിവൈൻ ഇൻസ്പിറേഷനോട് കൂടിയാണ്. നിങ്ങൾ ചിന്തിച്ചേ, പല ആളുകൾ പല സ്ഥലത്ത് നിന്ന് പരസ്പര ബന്ധങ്ങൾ, അവർ തമ്മിൽ ബന്ധങ്ങളില്ലാതെ പല സ്ഥലങ്ങളിൽ പല ആളുകൾ പല കാലങ്ങളിലായിട്ട് എഴുതപ്പെട്ട പുസ്തകങ്ങളെല്ലാം ക്രോഡീകരിച്ച് വന്നപ്പോൾ ഇതെല്ലാം ഒരൊറ്റ പുസ്തകമായി മാറണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ വലിയ ഒരു ശക്തി, ഒരു ചൈതന്യം ഇതിൻ്റെ പിന്നിലുണ്ട്. അല്ലാതെ വെറും മാനുഷികമായ ഒരു കാര്യം മാത്രമല്ല ഇത്. അതുകൊണ്ട് നമുക്കിത് വായിക്കാം. നിങ്ങൾ ഒരു രണ്ട് റെഫറൻസ് നമുക്ക് ഒന്ന് 2 തിമോത്തിയോസ് 3:16-17 വാക്യങ്ങൾ. അവിടെ ഇതാണ് പറഞ്ഞത്, ഒന്ന് വായിക്കാം. 2 തിമോത്തിയോസ് 3:16-17 വാക്യങ്ങൾ. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. നിവേശിതം എന്ന് പറഞ്ഞാൽ ഇൻസ്പിറേഷൻ ഓഫ് ഗോഡ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. ഇത് പൗലോസിക പറയുന്നതാണ്. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്, പരിശുദ്ധാത്മ പ്രേരിതമായി എഴുതപ്പെട്ടതാണ്. അത് എന്തിനൊക്കെ കൊള്ളാം? അവ പ്രബോധനത്തിന്, ശാസനത്തിന്, തെറ്റുതിരുത്തലിന്, നീതിയിലുള്ള പരിശീലനത്തിന് ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളെയും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. ഇതിപ്പോ ഞാൻ ഈ POC ബൈബിളിലെ വാക്യമാണ് വായിച്ചത് കേട്ടോ. നമുക്ക് ഏത് വേണേലും ഉപയോഗിക്കാം. പക്ഷെ ഈ POC ബൈബിളിന്റെ, കത്തോലിക്ക സഭയുടെ ബൈബിളാണ്. അതിനൊരു ഗുണമുള്ളത് എന്ന് ചോദിച്ചാൽ നല്ല ഭാഷയാണ്, ആശയം വളരെ വ്യക്തമാണ്, പഠിക്കാൻ ഏറ്റവും നല്ലൊരു പുസ്തകമാണ്. ഈ ബൈബിൾ സൊസൈറ്റി എഴുതിയ പുസ്തകത്തെക്കാളും കുറച്ചുകൂടി നമുക്ക് ആശയങ്ങൾ വ്യക്തമായി ഈ കത്തോലിക്ക സഭയുടെ POC ബൈബിളിൽ നമുക്ക് ലഭിക്കും. അത് കിട്ടുമെന്ന് പഠിക്കുന്ന ഏത് ബൈബിൾ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ കണിയാമ്പുറച്ചന്റെ പുസ്തകത്തിലും ഭാഷയുടെ ഒരു ചെറിയ പ്രശ്നം നമുക്കുണ്ട്. നമ്മൾ ഇതുവരെ വായിച്ച ഭാഷയിൽ നിന്ന് അത് സുറിയാനിയിൽ നിന്ന് നേരിട്ട് തർജ്ജമ ചെയ്തുകൊണ്ട് ആ ഭാഷയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമ്മളെ സുറിയാനി സഭ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ആ പുസ്തകമാണ് സ്വീകരിക്കുന്നതെങ്കിലും ഞാനിപ്പം ഇത് നമുക്ക് ആശയം വ്യക്തമാകാൻ വേണ്ടി ഈ POC ബൈബിളിലെ വാക്യം വായിച്ചു. അതുപോലെ തന്നെ മറ്റൊരു റെഫറൻസ് പറയാം. 2 പത്രോസ് 1:20-21 വാക്യങ്ങൾ. 2 പത്രോസ് 1:20-21 വാക്യങ്ങൾ. അവിടെ പറഞ്ഞ ഇതാണ്: ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ, വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. വളരെ വ്യക്തമായി പത്രോസിക പറയുന്നു, പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. ഇന്ന് ഈ ലോകത്തിൽ ഇത്രയും ക്രൈസ്തവ സമൂഹങ്ങൾ എങ്ങനെ ഉണ്ടായത്? ഈ ബൈബിൾ മനുഷ്യന്റെ കൈ കിട്ടാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇത്രയും സഭകൾ, ഗ്രൂപ്പുകൾ ഉണ്ടായത്. എന്താ കാരണം? ഓരോരുത്തരും വ്യക്തിപരമായി അവരുടെ ഇഷ്ടപ്രകാരം, അവരുടെ ആശയപ്രകാരം വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. ഈ ബൈബിൾ ആണെന്നും ദൈവവചനമാണെന്നും നമ്മളോട് പറഞ്ഞതാരാ? നമ്മളോട് പറഞ്ഞത് സഭയാണ് പറഞ്ഞത്. ഈ പുസ്തകങ്ങൾ ക്രോഡീകരിച്ചതും ഈ പുസ്തകങ്ങൾ വായിക്കേണ്ടതാണെന്നും അത് ആരാധനയിൽ ഒക്കെ ഉൾപ്പെടുത്തി നമുക്ക് തന്നതും പരിശുദ്ധ സഭയാണ്. സഭയുടെ വിവിധ പാരമ്പര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട പാരമ്പര്യങ്ങളൊന്നാണ് വിശുദ്ധ ഗ്രന്ഥം അഥവാ വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഔദ്യോഗികമായ വ്യാഖ്യാനം കൊടുക്കേണ്ടത് സഭയാണ്, വ്യക്തികളല്ല. വ്യക്തികൾ വ്യാഖ്യാനം കൊടുക്കുമ്പോൾ അവനവന്റെ ഇഷ്ടമനുസരിച്ച് വ്യാഖ്യാനിക്കും. അതുകൊണ്ടാണ് കത്തോലിക്ക സഭ
ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു കാലത്ത് പറഞ്ഞു ജനങ്ങൾ ബൈബിള് എടുക്കണ്ടെന്ന് പറഞ്ഞു. അത് ഇത്ര അവസ്ഥയായി പോയി. അതുകൊണ്ട് അപ്പൊ പള്ളികളിൽ മാത്രം അക്കാലത്ത്, പിന്നീടാണ് അവരിപ്പോഴാണ് ബൈബിൾ ആളുകളുടെ കൊടുക്കാൻ തുടങ്ങിയത്. കാരണം വ്യക്തിപരമായ വ്യാഖ്യാനങ്ങൾ വരുമെന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പത്രോസ്ലീഹ പറഞ്ഞത് ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചതാണ്. ഇനി ഇതിനകത്ത് ഒരു മാനുഷിക ഘടന കൂടിയുണ്ട്. വെറും നിങ്ങൾ മനസ്സിലാക്കണം, ദൈവിക പ്രചോദനത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവം ചെവി പറഞ്ഞു കൊടുത്തിട്ട് കേട്ടെഴുതിയതല്ല. ബൈബിൾ കേട്ടെഴുത്തല്ല. കേട്ടെഴുത്തായിരുന്നെങ്കിൽ ബൈബിളിലെ ഒരു വാക്കിന് ഒരിക്കലും ഒരു വ്യത്യാസം വരത്തില്ലായിരുന്നു. എന്നാൽ മുസ്ലിംകൾ എന്നാ പറയുന്നത്, അവർക്ക് അത് മുഹമ്മദ് നബിക്ക് യഹോവയായ ദൈവം ചെവി പറഞ്ഞു കൊടുത്ത് അദ്ദേഹം എഴുതിയെന്നാ പറയുന്നത്. നമ്മൾ ഒരിക്കലും അങ്ങനെയല്ല പറയുന്നത്. ഇതിനകത്ത് ദൈവിക ഘടകവും മനുഷ്യന്റെ ഹോളി സ്പിരിറ്റ് ചെവിയിൽ നിന്ന് മന്ത്രിച്ചു കൊടുത്തതല്ല. മനസ്സിലല്ലേ? മനുഷ്യന്റെ ബുദ്ധിയിലും ചിന്തയിലും അത് വ്യാപരിച്ച് എഴുതപ്പെട്ടതാണ്. അതുകൊണ്ടാണ് എഴുത്തുകളിൽ വ്യത്യാസങ്ങളുള്ളത്. ഇപ്പൊ സുവിശേഷത്തിനെ നിങ്ങൾ നോക്കുക, വ്യത്യസ്തമായ രീതിയിൽ ആ സുവിശേഷങ്ങളിൽ യേശു തമ്പുരാൻ ചെയ്ത പ്രവർത്തനങ്ങൾ പോലും വ്യത്യസ്തമായ വിശദീകരണങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. മത്തായിലും മർക്കോസിലും ലൂക്കോസിലും യോഹന്നാനിലും ഒക്കെ കർത്താവിനെ കുറിച്ച് അവർ എഴുതുന്നത്, പക്ഷേ വ്യത്യസ്തമായ രീതിയിലാണ് അതിനകത്ത് വിശദീകരണങ്ങളിലൊക്കെ. ആശയം ഒന്ന് തന്നെ, സത്യം ഒന്ന്, ഒരു സത്യം തന്നെയാണ് വിവിധങ്ങളായിട്ട് എഴുതുക. ഉദാഹരണമായിട്ട് പറഞ്ഞാലേ, ഇപ്പം പരിശുദ്ധ പാത്രികീസ് ബാവ, ഇപ്പോഴത്തെ പാത്രികീസ് ബാവ 2015 അതിനുശേഷം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എല്ലാ പള്ളിയും വന്നു. 2015 നമ്മൾ വന്ന് എല്ലാ പള്ളികളും, മിക്കാറും പള്ളികളൊക്കെ വന്ന് ചിങ്ങാനത്ത് നമ്മൾ സ്വീകരണം കൊടുത്തു. ബാവ അന്ന് വന്ന സമയത്ത് ഇവിടെ ഉണ്ടായ നമ്മൾ സ്വീകരണം കൊടുത്ത കാര്യങ്ങൾ നമ്മളൊരു 10 പേരിരുന്ന്, ഇപ്പോൾ അല്ലേ 9 വർഷം കഴിഞ്ഞു, നമ്മൾ 9 പേര് ഇരുന്നുകൊണ്ട് അത് എഴുതാൻ തുടങ്ങിയാൽ 9 രീതിയിൽ അതിന്റെ വിശദീകരണങ്ങൾ വരും. ബാബ വന്നു എന്നുള്ളത് ശരിയാണ്, സ്വീകരണം കൊടുക്കുന്നുള്ള സത്യമാണ് അതാണ് ഇപ്പം അതായൊരു വ്യത്യാസമാണ് ബൈബിളിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ മാനുഷികമായ ഘടകങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ലൂക്കോസ് ശ്ലീഹ എന്താ പറയുന്നത്, ശ്രീമാനായ തെയോഫിലോസെ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഫലമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും ഇത് തുനിഞ്ഞിരിക്കുകൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് ഇത് ലൂക്കോസിന്റെ സുവിശേഷം എഴുതാനായിട്ട് ലൂക്കോസ് ആരംഭിക്കുന്ന തെയോഫിലോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഇതാ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനകത്ത് ദൈവികമായ ഘടകവും മാനുഷികമായ ഘടകങ്ങൾ രണ്ടും ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഞാനൊന്ന് സമാപിക്കും. മറ്റൊന്നുമല്ല, ദൈവവചനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊക്കെ ദൈവവചനം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നു അത് വേദപുസ്തകത്തിലെ വാക്യങ്ങളാണ് നമ്മൾ ദൈവവചനം എന്ന് സാധാരണ പറയുന്നത്. എന്നാൽ യഥാർത്ഥ ദൈവവചനം വേദപുസ്തകത്തിലെ വാക്യങ്ങളല്ല, യേശു ക്രിസ്തു എന്ന വ്യക്തിയാണ്. യഥാർത്ഥ ദൈവവചനം യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിയാണ് യഥാർത്ഥ ദൈവവചനം. അതാണ് യോഹന്നാന്റെ സുവിശേഷം. നമുക്കറിയാം, യേശുവിനെ 30-ലധികം വാക്കുകളിൽ യേശുവിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. ദൈവപുത്രൻ, മനുഷ്യപുത്രൻ, മശിഹ, ക്രിസ്തു, നല്ല ഇടയൻ, വഴി, സത്യം, ജീവൻ, വാതിൽ, മുന്തിരിവള്ളി, ഇങ്ങനെയല്ലേ, ഇങ്ങനെ ഏകദേശം 30-ലധികം പേരുകളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയും. അതിലൊന്നാണ് വചനം. ഇതാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം. ഇത് നമ്മൾ വായിക്കുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ആദിയിൽ ഉണ്ടായിരുന്ന വചനം ഈ വേദപുസ്തകത്തിലെ എഴുത്തുകളാകുന്ന വചനമല്ല എന്നുള്ളത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു.
അത് യേശു ക്രിസ്തു എന്ന വ്യക്തിയാണ്. അതാണ് അതിന്റെ യോഹന്നാൻ 1:14 എന്നാ പറയുന്നത്, ആ വചനം ജഡമെടുത്ത് നമ്മുടെ ഇടയിൽ വസിച്ചു. ഇതിനെ ക്രിസ്തുവാകുന്ന വചനം ജഡമെടുത്ത് നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറഞ്ഞാൽ, ഒക്കെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം, അവിടെ ത്രിത്വത്തിലെ 3 ആളത്വങ്ങളുടെയും സംയുക്ത സമ്മേളനമുണ്ട്. നമുക്കറിയാം, പാഴും ശൂന്യമായ ഭൂമി, യഹോവയായ ദൈവം പറയുന്നു ഉണ്ടാവട്ടെ. ആ പറഞ്ഞ സൗണ്ട്, ആ പറഞ്ഞ ശബ്ദം, ആ പറഞ്ഞ വചനം പുത്രൻ തമ്പുരാനാണ്. ആഴത്തിന് മേൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവ് അവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? പിതാവായ ദൈവം പറയുന്നു, ആ പറയുന്ന പിതാവിന്റെ ശബ്ദമായി വചനമായി പുത്രൻ തമ്പുരാൻ നിൽക്കുന്നു. അതുകൊണ്ടാണ് അവൻ ആദിയിലെ ഉണ്ടായിരുന്നെന്ന് പറയുന്നത്. ആ പിതാവിന്റെ മാർവിൽ ശബ്ദമായി പുത്രൻ തമ്പുരാൻ നിൽക്കുകയാണ്. ഉണ്ടാവട്ടെ ആ സൗണ്ട്, ആ ശബ്ദം, അതാണ് വചനം. അത് ക്രിസ്തു ആയിരുന്നു എന്നാ യോഹന്നാൻ ശ്ലീഹാ പറഞ്ഞത്. ആ വചനം ജഡമെടുത്ത് നമ്മുടെ അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, അപ്പൊ വചനം ജഡമെടുത്തെന്ന് പറഞ്ഞാല് വേദപുസ്തകത്തിലെ വാക്യത്തെ പരിശുദ്ധ മറിയം ഗർഭം ധരിച്ചെന്നോ വേദപുസ്തകത്തെ ഗർഭം ധരിച്ചെന്നാണോ അർത്ഥം? ഒരിക്കലുമല്ല. യേശു ക്രിസ്തു എന്ന വ്യക്തിയാണ്. അപ്പൊ യഥാർത്ഥ വചനം ആരാണ്? യേശു എന്ന വ്യക്തിയാണ്. ആ വ്യക്തി പറഞ്ഞതും ആ യേശുവിനെ കുറിച്ച് ശിഷ്യന്മാർ പറഞ്ഞതുമാണ് നമ്മൾ ഇന്ന് ദൈവവചനമായിട്ട് കാണുന്നത്. പറഞ്ഞ യഥാർത്ഥ വചനമായ ക്രിസ്തു പറഞ്ഞതും ക്രിസ്തുവിനെ കുറിച്ച് ക്രിസ്തുവിന് ശേഷം കർത്താവിനോട് ചേർന്ന് നടന്ന ശിഷ്യന്മാരോ അവരുടെ തൊട്ടടുത്ത ശിഷ്യന്മാരോ എഴുതിയതുമായ കാര്യങ്ങളെയാണ് നമ്മൾ ഇന്ന് ദൈവവചനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരിക്കലും മറന്നുപോലെ. അപ്പൊ അതുകൊണ്ട് എബ്രായ ഭാഷയിൽ വചനം എന്നതിന് ദാബാർ എന്നും അമർ എന്നും 2 വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഗ്രീക്ക് ഭാഷയിൽ ലോഗോസ് എന്നും റേമ എന്നും 2 വാക്കുകൾ വചനത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇവിടെ നമ്മുടെ യഥാർത്ഥ വചനം യേശു എന്ന വ്യക്തിയാണ്. അപ്പം ഞാനതാ പറഞ്ഞ അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തെ നമ്മൾ ചൊല്ലുന്നില്ലേ, ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകർക്കും പിതാവിൽ നിന്ന് ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനാണോ സൃഷ്ടിയല്ലാത്തവനാണോ? നിങ്ങളിത് കേൾക്കാൻ, നിങ്ങളിപ്പോ തമ്മിൽ മ്യൂട്ട് ചെയ്തേക്കല്ലോ, പറയാൻ പറ്റുന്നില്ല അല്ലേ? നമ്മൾ പലരും ചൊല്ലുന്നുണ്ട് സൃഷ്ടിയില്ലാത്തവൻ എന്ന്. അത് തെറ്റാ. അത് വേദവിരീതവും വിശ്വാസവിരീതവുമാണ്. സൃഷ്ടി അല്ലാത്തവൻ, അവൻ സൃഷ്ടിക്കപ്പെട്ടവനല്ല, പിതാവിനോടൊപ്പം ഉണ്ടായിരുന്നവൻ. അതാണ് തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവൻ എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സകല സൃഷ്ടിക്കും മുഖാന്തരമായി ഭവിച്ചവൻ യേശു ക്രിസ്തു എന്ന വ്യക്തി. അവനിലൂടെയാണ്. അതാണ് അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്, അവൻ മുഖാന്തരം സകലവും ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പൊ സകല സൃഷ്ടിക്കും, മനുഷ്യൻ ഉൾപ്പെടെ സകല സൃഷ്ടിക്കും മുഖാന്തരമായി പിതാവിന്റെ ശബ്ദമായി ഇടം നിന്ന ആളാണ് യേശു തമ്പുരാൻ. ആ യേശുവാണ് വ്യക്തി. ആ യേശു പറഞ്ഞതും യേശുവിനെ കുറിച്ച് പിന്നീട് ശിഷ്യന്മാർ പറഞ്ഞതുമാണ് നമ്മൾ പറയുന്ന ദൈവവചനം. അപ്പോൾ വചനം പ്രഘോഷിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണ അർത്ഥത്തിൽ യേശുവിനെ പ്രഘോഷിക്കുക എന്നാണ് അർത്ഥം. ഇനി ഈ വചനമായ ക്രിസ്തുവിനെ പൂർണ്ണമായി എഴുതപ്പെട്ടിട്ടില്ല, എഴുതപ്പെടാൻ ഒക്കത്തുമില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹായൊക്കെ പറഞ്ഞത് യേശു ചെയ്ത് ഒത്തിരി കാര്യമുള്ളത് എഴുതിയ ലോകത്തിൽ പോലും ഒതുങ്ങത്തില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. അതാണ് കാരണം. നമുക്കറിയാം, ഹൈന്ദവ ചിന്തയിലും സൃഷ്ടി ഉണ്ടായത് ശബ്ദത്തിൽ നിന്നാണ്. അവരുടെ കൺസെപ്റ്റിലും അങ്ങനെ തന്നെയാണ്. അതാണ് ഓം. സൃഷ്ടിതാവ് ഓം എന്ന് പറയുന്ന ഒരു ശബ്ദം ഉണ്ടായപ്പോൾ വെള്ളത്തിൽ നിന്ന് സൃഷ്ടി പൊങ്ങി വന്നത്. അവർ വെള്ളത്തിൽ നിന്നുകൊണ്ട് അവർ ഓം എന്ന് പറഞ്ഞ അവര് ഇങ്ങനെ സൂര്യനെ നമസ്കരിക്കുന്നത് കൊണ്ടാണ് ശബ്ദം. ഒത്തിരി സാമ്യമുണ്ട് നമ്മളവരുമായിട്ട്. അവർക്കുണ്ട് ട്രയോൺ കൺസെപ്റ്റ് ഉണ്ട്. ബ്രഹ്മ, വിഷ്ണു ആൻഡ് മഹേശ്വര. നമുക്കുണ്ട് പിതാവ്, പുത്രൻ, പരിശുദ്ധ. വ്യത്യാസം എന്താണെന്നറിയാം? അവരെ ബ്രഹ്മ ഈസ് ക്രിയേറ്റർ, വിഷ്ണു ഈസ് സസ്റ്റെയിനർ, സകലത്തെയും പരിപാലിക്കുന്നവൻ. ശിവ ഈസ് ഡിസ്ട്രോയർ, തിന്മയായതിനെയൊക്കെ നശിപ്പിക്കുന്നവൻ. നമ്മുടെ പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ എന്തോ ചെയ്യുന്നത്?
വിശുദ്ധ കുർബാന ആഘോഷിക്കുമ്പോൾ നമ്മളിത് പറയാറുണ്ട്, അല്ലേ? പട്ടക്കാരൻ പറയും, തൻ്റെ മനോഗുണത്താൽ ലോകത്തെ സൃഷ്ടിച്ചുവെന്ന പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ, പിതാവായ ദൈവം സകലത്തെയും സൃഷ്ടിച്ചു. പുത്രൻ തമ്പുരാനോ തൻ്റെ തിരുമേനിയുടെ അമൂല്യങ്ങളായ കഷ്ടാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്തുവെന്ന പരിശുദ്ധനായ ഏകപുത്രൻ നമുക്ക് ഈ റെഡീമർ, ഉണ്ടായിട്ടുള്ളതും ഉണ്ടാവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന പരിശുദ്ധ. ഇവിടെ നശിപ്പിക്കുന്ന ശക്തിയില്ല. അതാണ് വ്യത്യാസം. ഹൈന്ദവ ചിന്തയെ നശിപ്പിക്കുന്ന ശക്തിയുണ്ട്, അതാണ് ശിവൻ. നമുക്കതില്ല. നമുക്ക് അശുദ്ധമായതിനെ ശുദ്ധീകരിക്കുകയും അപൂർണമായതിനെ പൂർണ്ണമാക്കുകയും ചെയ്യുന്ന ശക്തിയാണ്. അപ്പം കുറെ സാമ്യങ്ങൾ മറ്റു മതങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ചിന്തകളിലും കടന്നു വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇനിയും അപ്പൊ യേശുവിനെ കുറിച്ച് മുഴുവനായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ട് നിങ്ങളത് സമയം പോലെ വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 20:30 അവിടെ പറയുന്നുണ്ട് യേശു ചെയ്ത പല കാര്യങ്ങളുണ്ട്, അല്ലേ എന്ന് പറയുന്നത്. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 21:25 ഒന്ന് നമ്മൾ യോഹന്നാൻ 20:30, യോഹന്നാൻ 21:24, 25 ഇനി യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 12, 13 12, 13 യോഹന്നാൻ 16:12, 13, 2 തെസ്സലോനിക്കർ 2:15, 2 തെസ്സലോനിക്കർ 2:15, 3 യോഹന്നാന്റെ 3-ാം ലേഖനം 13, 14 ഇതൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും യേശു ക്രിസ്തുവിനെ കുറിച്ച് മുഴുവൻ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. മുഴുവൻ കാര്യങ്ങൾ എഴുതിയിട്ടില്ല, എഴുതാൻ പറ്റത്തില്ല. കാരണം ഇന്നത്തെ പോലെ നമുക്ക് പെട്ടെന്ന് എഴുതാനുള്ള സംവിധാനങ്ങൾ ആ കാലത്ത് കർത്താവിന് ശേഷം 10-30 വർഷം കഴിഞ്ഞ് ഓർമ്മയിൽ നിന്ന് അവർക്കറിയാവുന്ന കുറെ കാര്യങ്ങൾ രേഖപ്പെടുത്തി. അതുകൊണ്ട് ബൈബിളിന്റെ അത് അത്ര മതി, അത്ര എഴുതിയാൽ മതി. അതിന്ന് ലോകത്തിന് ക്രിസ്തുവിനെ മനസ്സിലാക്കാനും രക്ഷയിലേക്ക് പോകാനുള്ള സകല ഇത്രയും പുസ്തകങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പം അത് നമ്മൾ മനസ്സിലാക്കാണ്. ഇനിയും ഇത് എഴുതാനുണ്ടായിരുന്നു. ഇപ്പം പഴയ നിയമം അങ്ങനെയാണ്, AD 50 വരെ ഒക്കെ എഴുതിയ പുസ്തകങ്ങൾ ഒക്കെയാണ് അവര് പഴയ നിയമത്തിലെ. പിന്നെ മറ്റ് പുസ്തകങ്ങൾ പഞ്ചഗ്രന്ഥങ്ങളോട് ചേർന്ന് നമുക്കറിയാം അബ്രാഹാമിനെ പൂർവ്വപിതാവായി അംഗീകരിക്കുന്ന 3 മതങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അവരെ സെമറ്റിക് ഗ്രൂപ്പ് എന്നാണ് വിളിക്കുക. അബ്രാഹാമിനെ പൂർവ്വപിതാവായ 3 മതങ്ങൾ, യഹൂദ മതം, ഇസ്ലാം മതം, ക്രൈസ്തവ മതം. 3 പേരും പഞ്ചഗ്രന്ഥങ്ങളെ അംഗീകരിക്കുന്നവരാണ്. മോശ എഴുതിയെന്നാണ് വിശ്വസിക്കുക. പക്ഷെ ഇതിനകത്തൊരു മോശ ഇത് എഴുതിയതാണോ എന്ന് ഒരു സംശയമുള്ളതെന്ന് ചോദിച്ചാൽ ആവർത്തന പുസ്തകത്തിന്റെ 34 മുതലുള്ള ഭാഗങ്ങൾ, 34:5 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഞാൻ ആവർത്തന പുസ്തകം 34:5 മുതൽ. നിങ്ങൾക്കും അതെടുത്ത് വായിക്കാം. ആവർത്തനം 34:5 മുതൽ. അപ്പം അതെങ്ങനെയാണ് ആ ഭാഗം മോശ എഴുതിയെന്നാണ് ഒരു ചോദ്യമുള്ളത്. അവിടെ ഇതാണ് പറയുന്നത്: കർത്താവിന്റെ ദാസനായ മോശ അവിടെ അരുളി ചെയ്തതുപോലെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. മോശ മരിച്ച കാര്യം മോശയ്ക്ക് അങ്ങനെ എഴുതാൻ പറ്റുന്നു. മോവാബ് ദേശത്ത് ബേത്പെയോറിന് എതിരെയുള്ള താഴ്വരയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. എന്നാൽ ഇന്ന് വരെ അവന്റെ ശവകുടീരത്തിന്റെ സ്ഥാനം ആർക്കും അറിവില്ല. മരിക്കുമ്പോൾ മോശയ്ക്ക് 120 വയസ്സുണ്ടായിരുന്നു. അത് മോശയ്ക്ക് എഴുതാൻ പറ്റത്തില്ല 120 വയസ്സുണ്ടായിരുന്നു. അവന്റെ കണ്ണ് മങ്ങുകയോ ശക്തി ക്ഷയിക്കുകയോ ചെയ്തിരുന്നില്ല. ഇസ്രായേൽ 30 ദിവസം മോവാബ് താഴ്വരയിൽ മോശയെ ഓർത്ത് വിലപിച്ചു. മോശയ്ക്ക് വേണ്ടിയുള്ള വിലാപ ദിവസങ്ങൾ പൂർത്തിയായി. ഇതെങ്ങനെയാണ് മോശ ആവർത്തന പുസ്തകത്തിൽ എഴുതിയെന്നാണ് ചോദ്യം. മോശയുടെ മരണത്തെക്കുറിച്ചും മോശയെ ദൈവം ഒന്ന് അടക്കിയ കാര്യത്തെക്കുറിച്ചും അന്നേരം ഇത്ര വയസ്സുണ്ടായിരുന്നെന്നും ഒക്കെ ആരെഴുതി? അത് മോശയ്ക്ക് എഴുതാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നവരുണ്ട്. അതിനെപ്പറ്റി വേദപണ്ഡിതന്മാര് സഭ പറയുന്ന 2 കാരണങ്ങളാണ്. ഒന്ന്,
ആ ഭാഗം മോശയ്ക്ക് ശേഷം മോശയുടെ ശിഷ്യൻ യോശുവയോ ആരെങ്കിലും എഴുതി ചേർത്തതാവാം. അല്ലെങ്കിൽ മോശയ്ക്ക് ഒരു ഇൻഡ്യൂഷൻ ഉണ്ടായിട്ട്, ദൈവികമായ വെളിപാടുണ്ടായിട്ട്, അവൻ ദൈവപുരുഷനായിരുന്നല്ലോ, ദൈവം നേരിട്ട് സംസാരിച്ചതായ ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് മോശയ്ക്ക് ഒരു ഇൻഡ്യൂഷൻ ഉണ്ടായിട്ട് മോശ തന്നെ എഴുതി എന്ന് പറയുന്ന വേദപണ്ഡിതന്മാരുമുണ്ട്. എന്തായിരുന്നാലും ഈ പഞ്ചഗ്രന്ഥങ്ങളെ യേശു ക്രിസ്തു പോലും അംഗീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. മോശയുടെ തിരുവെഴുത്തുകളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു പല പ്രാവശ്യം നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് എഴുതിയെന്ന് പക്ഷെ മോശ എഴുതിയെന്നാണ് എല്ലാവരും വിശ്വസിക്കുക. വേദപുസ്തകങ്ങളുടെ തെളിവുകൾ പറയാം, നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. ഞാൻ കുറച്ച് റെഫറൻസ് കൂടി പറയാം. 2 ദിനവൃത്താന്തം 23:18, 2 ദിനവൃത്താന്തം 23:18, 30:16, 2 ദിനവൃത്താന്തം 23:18, 30:16, എസ്രാ 3:2, 7:6, എസ്രായുടെ പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യവും 7-ാം അധ്യായം 6-ാം വാക്യവും, ലൂക്കോസിന്റെ സുവിശേഷം 24:44, ലൂക്കോസ് 24:40. ഒന്നുകൂടെ പറയാം. 2 ദിനവൃത്താന്തം 23:18, 30:16, എസ്രാ 3:2, 7:6, ലൂക്ക് 24:44. ഇത് മോശ തന്നെ എഴുതി എന്ന് അത് വിശ്വസിക്കപ്പെടുന്നു. കാരണം ഇത് പൂർണ്ണമായിട്ടും മനുഷ്യന് ഇത് പറ്റ കാരണം ഉണ്ടാകുമോ? ദൈവത്തെ പൂർണ്ണമായും മനുഷ്യന് ഉൾക്കൊള്ളുക പ്രയാസമാണ്, ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിനകത്ത് ഈ എഴുത്തുകളിലെ ഈ വരുന്ന ചെവി പറഞ്ഞു കൊടുത്താണെങ്കിൽ ഒരു വ്യത്യാസം വരത്തില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം, മോശ യഹോവയായ ദൈവം മോശയോട് പറയുന്നുണ്ട്, നീ മിസ്രയീമിൽ പോയി എന്റെ ജനത്തെ വിടുവിക്കണം എന്നൊക്കെ പറയുമ്പോൾ മോശ യഹോവയോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി, പുറപ്പാട് 3:13 മുതൽ 14 വരെയുണ്ട്. ആ പുറപ്പാട് 3:13, 14 വാക്യങ്ങൾ. മോശ ദൈവത്തോട് പറയുന്നുണ്ട്, നിന്റെ പേരെന്താണ്? ആരെന്നെ അയച്ചു എന്നാണ് ഞാൻ അവിടെ ചെന്ന് പറയേണ്ടത്. ഇപ്പോൾ യഹോവയായ ദൈവം പറയുന്നുണ്ട്, ഞാനാകുന്നവൻ ഞാനാകുന്നു. മോശയ്ക്ക് എന്തോ മനസ്സിലായി. നിങ്ങളിപ്പോ എന്നോട് ചോദിക്കുക, അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാ, ഞാനാകുന്നവൻ ഞാനാകുന്നു. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒന്നും മനസ്സിലായില്ലല്ലേ? എന്താ യഹോവ പറഞ്ഞെന്നറിയാമോ? യഹോവ ആരാന്നുള്ള മോശയുടെ തലയ്ക്കകത്ത് ഒതുങ്ങത്തില്ല. മോശയുടെ ചിന്തയിലോ മോശയുടെ ബുദ്ധിയിലോ ഒതുങ്ങുന്നവനല്ല ദൈവം. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൃഷ്ടിക്ക് സൃഷ്ടിതാവിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇപ്പൊ ഉദാഹരണം, നമ്മളിരിക്കുന്ന കസേര, നമ്മൾ ഉപയോഗിക്കുന്ന ടേബിള്, അത് നമ്മൾ ഉപയോഗിക്കുന്ന മൈക്ക്, എല്ലാ വസ്തുക്കളെയും നോക്കി, ഇതെല്ലാം മനുഷ്യൻ സൃഷ്ടിച്ചതാണ്. അവയ്ക്ക് അതിൻ്റെ സൃഷ്ടിതാവിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. സൃഷ്ടിക്ക് സൃഷ്ടിതാവിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഭാഗികമായിട്ട് മാത്രമേ ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകളെ മനുഷ്യന് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ അത് ഒരു പരിധി വരെ പൂർണ്ണമായി വെളിപ്പെടുത്തിയ ആളെന്ന് പറയുന്നത് യേശുക്രിസ്തു എന്ന വ്യക്തി മാത്രം. അതാ ഇബ്രായ ലേഖനം 1:1, പണ്ട് ഭാഗമായും വിവിധമായും വെളിപ്പെട്ട ദൈവിക രഹസ്യം പുത്രനിലൂടെ പൂർണ്ണമായി ലോകത്തിന് വെളിപ്പെടുത്തി തന്നു എന്ന് പൗലോസ് ശ്ലീഹ പറഞ്ഞു. അതോടെ ഇബ്രായ 1:1 വാക്യങ്ങൾ അതാണ്. പോട്ടെ. അപ്പം നമ്മള് അപ്പം ഈ മോശ എഴുതിയെന്ന് തന്നെയാണ് അത് വിശ്വസിക്കുന്നത്. അപ്പൊ ദൈവവചനം എന്താ നമുക്ക് മനസ്സിലായി. ദൈവവചനം യേശുക്രിസ്തു എന്ന വ്യക്തിയാണ്. ആ വ്യക്തി പറഞ്ഞതും ആ വ്യക്തിയെ കുറിച്ച് അവന്റെ ശിഷ്യന്മാർ പറഞ്ഞതുമാണ് നമ്മൾ ഇന്ന് ദൈവവചനമായിട്ട് നമ്മൾ സ്വീകരിക്കുക. അത് ദൈവനിവേശിതമായി പരിശുദ്ധാത്മ പ്രേരിതമായി എഴുതപ്പെട്ടത് കൊണ്ടാണ് ഇന്നും ലോകത്ത് മനുഷ്യനെ ഇത്രയും സ്വാധീനിച്ചിട്ടുള്ള ഒരു പുസ്തകം ഈ ഭൂമിയിൽ വേറെയില്ല. ഇത് വായിച്ചവർ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അവർ എത്രയോ പാപികൾ മാനസാന്തരപ്പെടുന്നു. ഇന്നും നിലനിൽക്കുന്ന ഏറ്റവും വലിയ ഒരു ചൈതന്യമാണ്, ശക്തിയാണ് ദൈവവചനം.
അത് വായിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. അത് വായിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഒരു ക്ലാസ് കൂടെ നമുക്ക് ആവശ്യമാണ്. നമുക്കത് അതോടെ പ്രകാരം ചെയ്യാം. അത് അപ്പം നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും. കർത്താവിൻ്റെ എത്ര പേരുടെ എഴുത്തുകൾ ഈ ഇതിനകത്തുണ്ടെന്നും അപ്പം അതിൻ്റെ ചില കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കത് പൂർണ്ണമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിക്കുന്നു.